ഫ്രണ്ട്സ്, ഞാൻ അലിമണികത്താണ്. ഞാൻ ഈ വീഡിയോയിലെ ശരിക്കും എനിക്ക് ഇത് കണ്ടപ്പോ, നിങ്ങൾ ഇതിനു മുമ്പിട്ട വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ ഇതിനു മുമ്പ് കാണിച്ച വീഡിയോ കണ്ടപ്പോ വളരെയധികം സന്തോഷമായി. എന്തെന്നറിയോ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരി. ഈ ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം ഉമ്മയും പെങ്ങളെയും സഹോദരനെയും സഹോദരിയെയും മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ പോകുന്നത്. അതും ഒരുപാട് യുവാക്കൾ പല സ്കൂളുകളിലും ഇതുപോലുള്ള ഇന്ന് ഈ വീഡിയോ ഇടുന്ന ദിവസം തന്നെ ഒരു ഹോസ്റ്റലിൽ നിന്ന് പിടിച്ച സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പാക്ക് ചെയ്യുകയാണ്. കഞ്ചാവും കാര്യങ്ങളെല്ലാം പോളിടെക്നിക്കിൽ നിന്ന് എല്ലാം അറിഞ്ഞതാണ്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നാണ്. ശരിക്കും എല്ലാ നാട്ടിലും ഇതുപോലെ നാട്ടിലുള്ള ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ലഹരിയെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി പറ്റും. അതായത് ലഹരി മുക്തമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെ, എന്ത് പറയുന്നു ലത്തു? അതെ അതെ അല്ലെ സാബിക്ക് എന്ത് പറയുന്നതിനെ പറ്റി? നിങ്ങൾ പറഞ്ഞ 100% നമ്മൾ അംഗീകരിക്കുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടില് ഉള്ള വിഷയങ്ങൾ ഇപ്പൊ പറയുന്ന നമ്മളെ നാട്ടിൽ തന്നെ നാദാപുര ഏരിയ തന്നെ ഇഷ്ടംപോലെ ആളുകൾ ലഹരിക്ക് അടിമയായിട്ട് പല വിഷയങ്ങൾ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു കുറെ കൊട്ടേഷൻ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാം എന്താക്കണം, മുഖം നോക്കാണ്ട് ആരാ നോക്കാണ്ട് അതൊക്കെ അടിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങക്ക് നാദാപുരത്ത് എനിക്ക് കണ്ണൂരുന്ന് പല ആൾക്കും പല സ്ഥലത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ വന്ന ആളുകൾക്കെല്ലാം നമ്മളെ നാട്ടുകാരെല്ലാം കൂടിച്ചേർന്ന് നല്ല ആളുകൾ കൂടിച്ചേർന്നിട്ട് എന്താക്കണോ, ഇവരെല്ലാം ഒതുക്കാന്ന് വേണ്ടത്. ശരിക്ക് അല്ലെ അസീസ്ക, അങ്ങനെയല്ല വേണ്ടത് അല്ലെ ഇക്ബാൽക്ക, അതുപോലെ തന്നെ അലീക്ക, അതുപോലെ തന്നെ നമ്മളെ ലത്തീഫ്ക, അതുപോലെ നമ്മളെ അസീസ്ക, നമ്മളെ വീഡിയോ പിടിച്ചോണ്ട് നമ്മളെ നസീർക്കാക്കെല്ലാം പൂക്കോമ്പെന്നെല്ലാം ഇഷ്ടം പോലെ കൊട്ടേഷനുകൾ വന്നതാണ്. അപ്പൊ അതിന്റെ എല്ലാം അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പേടിച്ചിട്ട് എന്താക്കണ്ട, നമ്മൾ ആരും ബൈയോട്ടടിക്കാൻ പാടില്ല. നമ്മളെന്താക്കണം, നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിട്ട് എന്താക്കി ഈറ്റിങ്ങളെല്ലാം കൊട്ടേഷൻ ടീമുകളെ ഒതുക്കികളാണോ, അതേപോലെ തന്നെ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരാളെ നമ്മൾ നാട്ടിലേക്ക് വെച്ച് നിൽക്കാൻ പാടില്ല. ഈ കൊട്ടേഷൻ ടീം വളരുന്നത് തന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ഈ ലഹരിക്ക് വേണ്ടിയിട്ട് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കൊട്ടേഷനായിട്ട് ഇറങ്ങുന്നതും. അതും ചെറിയ ചെറിയ സ്കൂൾ പഠിക്കുന്ന കുട്ടികള്, അതുപോലെ തന്നെ പല ആൾക്കാർക്ക് ഇപ്പം എന്താ ലത്തും ഞാൻ കാഞ്ഞങ്ങാടാണെങ്കിൽ ഇതാ ഇവരെല്ലാം കാസർഗോഡാണ്, ഇവരെല്ലാം നാട്ടിൽ ഇപ്പൊ ഇഷ്ടംപോലെ അല്ലെ, നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ ഇടയിൽ പിടിച്ചില്ലേ അല്ലേ? ഏടുന്ന് പിടിച്ചേ? കുമ്പളേന്നാ? പല സ്ഥലങ്ങളിൽ നിന്നും പിടിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവർക്ക് അതായത് ഒരു പ്രാവശ്യം മരിക്കുള്ളൂ, ജനിച്ചാൽ ഒരു പ്രാവശ്യം മരിക്കുള്ളൂ എന്നുള്ളതിന്റെ തെളിവ് കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. കാരണം എന്താ പറയുക, നമുക്ക് അങ്ങനത്തെ പേടിയില്ല. കാരണം ഇതിനെ ഇല്ലാതാക്കണം, അതിന് ഈ നാട്ടുകാരും കർശനമായിട്ട് ഇല്ലാതാക്കണം. അത് മാത്രമല്ല ഈ നിയമത്തിന്റെ വഴിയിലൂടെയും അതുപോലെ തന്നെ ജനങ്ങളും ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങണം. പിന്നെ ഇവിടെ പിടിക്കുമ്പോൾ നിങ്ങൾ ഉപദ്രവിക്കേണ്ട, കാരണം കേസ് മാറും. നിങ്ങൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോലീസിനെ അറിയിക്കുക, വിവരം അറിയിക്കുക, അവരെ സറണ്ടർ ചെയ്യുക.